ഭാര്യയുടെ അവിഹിത ബന്ധം പിടികൂടിയ ഭർത്താവിനെ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലാണ് സംഭവം. ഭർത്താവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി മൃതദേഹം മരം മുറിക്കുന്ന യന്ത്രം ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി അഴുക്കുചാലിൽ തള്ളിയ സംഭവത്തിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായി. ഉത്തർപ്രദേശിലെ സാമ്പൽ ചന്ദൌസി പ്രദേശത്ത് താമസിക്കുന്ന രാഹുലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഭാര്യ റൂബി, കാമുകൻ ഗൗരവ് എന്നിവരെ പിടികൂടിയത്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നവംബർ 18-ന് ഭർത്താവിനെ കാണാനില്ലെന്ന് കാട്ടി റൂബി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ ഒരു മാസത്തിനു ശേഷം ഡിസംബർ 15-ന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ അഴുക്കുചാലിൽ നിന്ന് വികൃതമാക്കിയ നിലയിൽ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. തലയും കൈകാലുകളും ഇല്ലാത്ത നിലയിലായിരുന്നു മൃതദേഹം. പരിശോധനയിൽ മൃതദേഹത്തിൽ രാഹുൽ എന്ന് എഴുതിയിരിക്കുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കാണാതായവരുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ നവംബർ 18 മുതൽ രാഹുലിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിൽ റൂബിയുടെ പങ്കിനെക്കുറിച്ച് പോലീസിന് സംശയം തോന്നി. വിശദമായ ചോദ്യം ചെയ്യലിൽ അവിഹിത ബന്ധം രാഹുൽ കൈയോടെ പിടികൂടിയതിനെ തുടർന്ന് കാമുകൻ ഗൗരവിന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് റൂബി കുറ്റസമ്മതം നടത്തിയതായി SP പറഞ്ഞു. രാഹുലിനെ ഇരുമ്പ് വടി ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. സംഭവസ്ഥലത്ത് തന്നെ കൊലപ്പെടുത്തിയതായും പ്രതികൾ പറഞ്ഞു. പിന്നെ അവർ ഒരു ഗ്രൈൻഡർ കൊണ്ടുവന്ന് മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ചുവെന്ന് SP ബിഷ്ണോയ് പറഞ്ഞു. മൃതദേഹത്തിന്റെ ഒരു ഭാഗം പിന്നീട് അഴുക്കുചാലിൽ ഉപേക്ഷിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ രാജ്ഘട്ടിലേക്ക് കൊണ്ടുപോയി ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും SP കൂട്ടിച്ചേർത്തു. ശരീരം മുറിക്കാൻ ഉപയോഗിച്ച ഗ്രൈൻഡറും ആക്രമണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് വടിയും മറ്റുപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.